ബിസ്ലേരി ഒരു വയലിലാട്ടോ നമ്മളുള്ളത്. കണ്ടോ ഇത് വലിയ കാണാൻ. രാമിലി ഇതിന് വെള്ളമില്ലാന്ന് തോന്നുന്നു. ഇവിടുത്തെ നെല്ലി കണ്ടാ ബ്ലാക്ക് കളർ കണ്ടാ, ബ്ലാക്ക് റൈസ്. കതിരി ഉണ്ട് ഇതിൻ്റെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഇതിൻ്റെ അടുക്ക് വേറെ എന്തോ നെല്ലി തന്നെ ഇത്. അതിൻ്റെ ചെറുതും വലുതും നല്ല ഭംഗിയുണ്ടാകും. ഇതിൻ്റെ കതിരും ഇലയും കണ്ടോ ഫ്രണ്ട്സ്? നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ നെല്ലിയല്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് നമ്മളല്ലേ വീഡിയോ എടുക്കുന്നത് കൊണ്ടല്ലേ. ഇവിടെ എന്താ പേരുണ്ട് എനിക്ക് കാണുന്നില്ല. എന്ത് തന്നെയാണ്? പാൽത്തൊണ്ടി. തൊണ്ടിയല്ലോ പാൽത്തൊണ്ടി. അയ്യോ എനിക്ക് ഈ റൈസാ ഇഷ്ടമായത്. ഈ റൈസായിട്ടില്ലല്ലോ. ഇവിടെ വെള്ളമുണ്ട്. ഇതിന് ഓരോ പേരുണ്ട്. നാളിപ്പങ്ക കണ്ടോ? ഇതിന്റെ പേര് കൊടുത്തോ? ചെന്താടി. എന്താണ്? മുള്ളു. മുള്ളു ഒന്ന് നമ്മളൊക്കെ ആദ്യമായിട്ട് ഇട്ട് വരാം. വൈറ്റ് ജാസ്മിൻ, തുളസി ബോർഡ്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ നെല്ല് തന്നെ? നോക്കിയേ എന്ത് ഭംഗിയാണ് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അന്തം വിട്ടിട്ട് ഇവിടുത്തെ റൈസിന് കണ്ട. നല്ലായി അങ്ങോട്ട് എടുക്കുന്നത്. നോക്ക് എന്ത് ഭംഗിയാണ്. ജഗന്നാഥൻ. ജഗന്നാഥ് മോഹൻലാലിനൊക്കെ കൊണ്ടേ. ജഗന്നാഥ് നമ്മൾ കഴിക്കുന്ന പേര് പൊന്നി. പൊന്നി അത് സൂപ്പറായി. പിന്നെ ഇതിന്റെ ഇടയിൽ എന്തിനാണ് ഈ ചെണ്ടുമല്ലി വെച്ചേക്കണത്? ഇത് ഈ പിന്നെ പ്രാണികളൊക്കെ ആക്രമിക്കാണ്ടിരിക്കാണ്. എന്താ അതെങ്ങനെ? പ്രാണികൾ അതിലൊന്നിരിക്കും. ഈ മണം, ഇതിന്റെ മണം ഇതിന് ഇഷ്ടമല്ല. ഇതിന് നെല്ലിന് കുത്താൻ വരുന്നത്. പച്ചക്കറിക്കൊക്കെ വെച്ച് കൊടുക്കില്ലേ? ഇവിടെ ഉണ്ടത്. നല്ല വിത്ത്. പക്ഷെ ഒന്ന് മൂട്ടാണി പറിക്കായിരുന്നു. ഇത് നോക്കിയേ പറിക്കുന്നില്ല. ഇതേ ഇങ്ങോട്ട് പോയാൽ കൊറേ ഉണ്ട്. എന്റെ പൊന്നെ ഇതെത്രയാതാ. അതായത് ഓരോ പാർട്ടായിട്ട് നട്ടേക്കണേന്ന് കണ്ടോ. ഇവിടെ ഒരു ഒന്നാണെങ്കിൽ ഇവിടെ വേറെ നെല്ല് റൈസ്. ഒരു കണ്ടത്തിൽ തന്നെ പല ടൈപ്പില്. ഒരു കണ്ടോന്ന് പറഞ്ഞാൽ അത് വിഭജിച്ചിട്ടാണ് അവര് നട്ടേണം കേട്ടാ. ഇങ്ങോട്ട് വരുമ്പോ വേറൊരു പേര് പാമ്പൊക്കെ ഉണ്ടാവും. നോക്കി നടക്കണം. പ്ലീരോ. ഞാൻ ഇതുവരെ കേൾക്കാത്ത പേര്. പേടിയാണ് മുന്നോട്ട് നടത്താൻ. ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇത്ര മതി. ഇവിടെയൊക്കെ അപ്പടി ചെളിയാണ് കണ്ടോ. ഞാൻ അങ്ങോട്ട് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ട് പോയാൽ ചുവന്നില്ല. നല്ല രസമില്ല അത് കാണാന്. അയ്യോ പോയി നോക്കാം. പോണോട്ടവും പോവാ. ഞാനില്ല ഗൈസ്. അവിടെ അപ്പടി ചളിയാണിത്. അത് നല്ല അത് കാണുന്നുണ്ടാ? പക്ഷെ അങ്ങോട്ട് പോണോന്നുണ്ടായിരുന്നു. പക്ഷെ പോകാൻ പറ്റൂല. അങ്ങോട്ടുള്ള വെറൈറ്റി ഒക്കെ ചുമപ്പ് അത് കാണിച്ചു കൊടുത്ത്. ചുമപ്പല്ല, ഒരു എന്താ ബ്ലാക്ക് കളർ. ബ്രൗണും ബ്ലാക്കും ഒക്കെ കൂടിയത്. പക്ഷെ അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇതിന്റെ ഇടയിൽ ചളിയായതുകൊണ്ട് നമ്മൾ കണ്ടത്തിൽ എഴയേണ്ടി വരും. പക്ഷെ ഇത് അങ്ങോട്ടും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. പേടിയാണ് ഗൈസ്. ഇവിടെ അപ്പടി ചളിയാണ്. ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിർത്തിയൊക്കെയാണ്. ഇതിന്റെ ഉടമസ്ഥരൊന്ന് ചവിട്ടി. ഈ ഭാഗത്തൊക്കെയുള്ള കാണിച്ചാല് മണിപ്പൂരി പാടി. അതാ മണിപ്പൂരി പാടി. അതാണ് കേട്ടോ ഈ നെല്ല്. കുറച്ച് ഭാഗമുള്ളൂ ഇങ്ങനെ. എല്ലാം കുറച്ച് കുറച്ചാണ്.
ആ ഈ നെല്ലിനൊരു പേരുണ്ട്, 90 തൊണ്ടി. കൊത്തമ്പരി, കൈമ. ആ കൈമയാണ് കേട്ടാ. കൈമ എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ് വെക്കുന്ന അരി. ഓ അച്ഛൻ നെയ്ച്ചോറ് വെക്കുന്ന അരി. ആ കുഞ്ഞാണത്. അതിങ്ങനെ ഇത് നോക്കിയേ, ഉണ്ടോ നെയ്ച്ചോറിന്റെ അരി കൈമ. വേറൊരു അരിയുണ്ട, ചെറുതാണ്, കുള്ളൻ പോലത്തെ. അതിന്റെ പേരും അത് തന്നെ, കുലാക്കാർ. ചെറുതാട്ടോ അത്, പൊക്കം കുറവ്. അത് ഇച്ചിരി മാത്രമേ ഉള്ളൂ അത്. ഈ നെല്ലിന് വേറെ പേരാ, ഇംഗ്ലീഷ് അമനക്കാരി. ഇത്രയും ഭാഗം അവര് കുറച്ച് നെല്ലാണ് ഓരോ വിത്തും അവർക്ക് കളയാണ്ടിരിക്കാൻ വേണ്ടി അത് കുറച്ചായിട്ട് അവരത് ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നു ബർമ ബ്ലാക്ക്. ആ ബർമ ബ്ലാക്ക് ഒക്കെ പുഞ്ച. ഇത് പുഞ്ച, അതായത് ഈ നെല്ലിന്റെ ഒക്കെ ഇത് പോകാണ്ടിരിക്കാൻ കേട്ടോ അവരിങ്ങനെ കൃഷി ചെയ്യുന്ന കുഞ്ഞു വിത്തുകള് സംരക്ഷിക്കാൻ. റൈസ്, ഇതൊക്കെ റൈസ്, ബ്ലാക്ക് റൈസ് ആയിരിക്കും കേട്ടോ. കണ്ടോ, നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു നെല്ലാണിത്. ഞാനിതുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ കണ്ടില്ല. ഒരു വിത്തിനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കുറച്ചായിട്ട് നട്ടേക്കുന്നത് കേട്ടോ. വിത്തുകൾ ഇങ്ങനെ സംരക്ഷിക്കുന്നതാണ് അവര്, കളയാണ്ട് പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണിത്, കുറച്ചായിട്ട് കാണിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അത് ഞാൻ പേപ്പറിലൊക്കെ വായിച്ചതാട്ടോ. അത് ഒരുപാട് ആൾക്കാർ പഠനത്തിനായിട്ട് ഈ ഓരോ നെല്ലിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതായത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതാണ് നമ്മളവിടെ ഇത്രയും ഓരോ ഭാഗത്ത് ഓരോരോ വെറൈറ്റിയാണ് കൃഷി ചെയ്യുമെങ്കിൽ ഇവിടെ പല വെറൈറ്റിയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് അവർ നെല്ലിനെ സംരക്ഷിക്കുന്നതാണ്, വിത്തുകൾ പോകാണ്ട് അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംരംഭമാണിത്. ഇത് വയനാട്ടിലാണ് അധികം ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പൊക്കാളി നെല്ലെന്ന് പറഞ്ഞ സംഭവമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അത് തന്നെ ഏകദേശം ഈ ഹൈറ്റ് ഉണ്ടാവും. ആ അരി നല്ലതാണ്, അതിൻ്റെ ചോറൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷെ ഇത് വയനാട്ടിൽ ഇത്രയും മാനന്തവാടി അടുത്താണ് തൃശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഇത്രയും വെറൈറ്റി നെല്ലുള്ളതും ശരിക്കും പറഞ്ഞാൽ അധികം പേർക്കും അറിഞ്ഞുകൂടാ. ഞങ്ങളിത് കേട്ടറിഞ്ഞ് വന്നതാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടിരിക്കുക. അത്രക്കായിരം വെറൈറ്റി നെല്ലുകളാണ് ഇവർ ഉൽപ്പാദിപ്പിച്ച് വെച്ചേക്കുന്നത്. അതൊരു സംഭവം തന്നെ. ഇതിൻ്റെ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു അവാർഡ് തന്നെ കൊടുക്കണം. പക്ഷെ അത്ര നെല്ലുണ്ട്. നെല്ലിൻ്റെ ആയാലും അത് കുറച്ചാണെങ്കിലും ഇതിപ്പോൾ നോക്കിയേ, ഇതൊരു വെറൈറ്റിയാണ്, അതൊരു വെറൈറ്റി. അതിൻ്റെ അപ്പുറത്ത് അതാണ് അവിടെ അടുത്തടുത്ത് കണ്ട കമ്പ് കണ്ട, അതാണ് കുറച്ചുള്ളത്. ഇവിടെ തൊട്ടിട്ട് അങ്ങോട്ട് ഒരുപാടുണ്ട്. ഇവിടെ ചെറിയ പോർഷൻ ഇങ്ങനെ കാണുന്നില്ല, അത് ഓരോരോ വെറൈറ്റി ആണ് കേട്ടോ. ജുഗൽ, ജയു എന്ന് പറയുമ്പോൾ നമ്മൾ ജഗൽ എന്നല്ല പറയും, ജുഗൽ. ഇവിടെ ഒരു കണ്ണിന്റെ പേരാണേ, എന്ത് കണ്ണി, ചീങ്കണ്ണി എന്നൊക്കെ ഇട, കൊടുങ്കണ്ണി, കരിങ്കണ്ണി. അതെ, കരിങ്കണ്ണി, ചീങ്കണ്ണി എന്നൊക്കെ പറയും. അതാ കുറച്ച് ഭാഗമായിട്ട് അത് അത്രേ നെല്ലുള്ളൂ, മതി അവർക്ക് അടുത്ത പ്രാവശ്യം വിത്തിനുള്ള സമ്പത്താണ്. അങ്ങനെ വേണം. അതെ, ഇതൊരു അമ്മയുടെ പേരാണ്, കൊട്ടമ്മ സാലി. ഇച്ചിരി ഉള്ളത് ഇത്ര. അത് കഴിഞ്ഞത് ഇങ്ങോട്ടേക്ക് വന്ന വേറൊരു പേരാണ്, ട്രെയിൻ സക്ത പാടി. എന്താ കെയിനാ? ഓ ഗൈസ്, കണ്ണു കാണുന്നില്ല, രാത്രിയായി. ഇതൊരു ഇച്ചിരി ഉള്ളൂ. പേര് നോക്ക്, മനില റൈസ്. നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇത് തായ്ലൻഡ് പാടി, കണ്ടോ? ഇത് ഇത്രേ ഉള്ളൂ, സ്വല്പം. അത് മതി, അടുത്ത പ്രാവശ്യം അവരത് ഇരട്ടിയാക്കും. ഇതാ ഉരുണിക്കൈമ. ഇത് നെയ്ച്ചോറിന്റെ അരി കേട്ടോ. കൈമ എന്ന് പറയുന്നതൊക്കെ നെയ്ച്ചോറിന്റെ അരി. ഇതാ കണ്ട, നമ്മള് നെയ്ച്ചോറ് വെക്കുന്ന അരിയാ. ഉണ്ടായിട്ടിരിക്കുന്നത് ആഫ്രിക്കൻ ഗുഡ്. ഈ നെല്ല് അതിന് ഇച്ചിരി പൊക്കമുണ്ട്, കണ്ട. ഈ കൈമേന്റെ അരിയാണ്. ഇതാ നെല്ല് കണ്ട, ഇതാണ് ചെറിയ അരി ആയിരിക്കും. പിന്നെ ഇവിടെ നോക്കിയ റെഡ് ജാസ്മിൻ, നമ്മളപ്പുറത്ത് വൈറ്റ് ജാസ്മിൻ കണ്ടിട്ടില്ല.
അങ്ങോട്ടൊക്കെ ചളിയാണ്. ഇതാ സരസ്വതി, വലിയ ചെന്നല്ല്, ഇവിടെ വെള്ളമാണ്. തവളക്കണ്ണൻ, വലിയ ചെന്നല്ല്. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം, അവിടെ ചളിയാണ്, അങ്ങോട്ടേക്ക് വീണു പോകും. തുളസി ബോഗ് കണ്ട നീ? തുളസി ബോഗ് എന്ന് പറഞ്ഞാൽ ഇലയൊക്കെ സാധാരണ നമ്മുടെ നെല്ലിന്റെ പോലെയാണ്. പക്ഷെ ഇതിന്റെ കതിരിന്റെ വെറൈറ്റി നോക്കിയ വയലറ്റ് കളർ. വയലറ്റ് അല്ലേ ഇത്? ആ വയലറ്റും ഒരു അതെ അങ്ങനെ. ഇങ്ങനെ നെല്ലിനങ്ങളിൽ തന്നെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കാണുന്നില്ല. നെല്ലിന്റെ ഇല പച്ചയായിരിക്കും, ആ കതിരും പച്ചയായിരിക്കും. പക്ഷെ ഇതൊക്കെ നോക്കി എന്ത് വെറൈറ്റികളാണ്. കാലാബാഗ് അത് തന്നെ, നമ്മളവിടെയും പച്ച. പക്ഷെ ഇതിന്റെ ഇലയും കതിരൊക്കെ ഒരേ കളറാ. കണ്ടോ ദാദാ, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ കാണുക. മാനന്തവാടി നടത്തുണ്ടായിട്ടൊന്നും ഇതൊക്കെ നെല്ലിനങ്ങളാണ് കേട്ടോ. നെല്ലിനങ്ങളാണ് ഇപ്പൊ ഈ കാണിക്കണ മൊത്തം. ഇതായി വരുന്നേ ഉള്ളൂ. ഇതെന്നാ ഇത് പോയതല്ലോ ഇതിന്റെ ഇത് നോക്കി വെറൈറ്റി. അയ്യോ എന്റെ നെല്ല് നോക്കിയേ. ആ അത് തന്നെ കറക്റ്റ്, അത് കറക്റ്റ് കേട്ടോ. ഞാൻ വിചാരിച്ചേ അത് ഉണങ്ങിപ്പോയതാണെന്ന്. ഇതെല്ലാം കേട്ടോ രാമിലി. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞതാ ഇതാണ് രാമിലി. നമ്മളതാ അത് കുറച്ചതാ കണ്ടാ നെൽക്കതിരിന്റെ പ്രത്യേകത കണ്ടാ. ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലോ കേട്ടോ, ഇങ്ങനെ നോക്കുമ്പോ നല്ല വ്യത്യാസം. ഇത് തന്നെ അത്രയും ഭാഗത്ത് അവര് ഓരോ തവണ അവരെല്ലാം നെൽവിത്തുകൾ കൊണ്ടും ഓരോ ഷേപ്പിൽ ഇത് മോളിൽ നിന്ന് നോക്കിയാലാ എന്ത് ഷേപ്പാണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇതിൽ ഇവർ കൃഷി ചെയ്താണ് എല്ലാ വിത്തുകളും ഉണ്ട് കണ്ടാ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് മോളിൽ കൂടി നോക്കിയാലേ ശരിക്കും കാണാൻ പറ്റുള്ളൂ. എല്ലാ വിത്തുകളും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വിത്തുകളെല്ലാം ഇതിൽ പെടുന്നുണ്ട് ഇല്ലേ? എല്ലാം ഇല്ലേ? അതാണ് ഇതിൻ്റെ പ്രത്യേകത.